നല്ല ഉറങ്ങിയില്ലേ? അമ്മയ്ക്കുണ്ട് ഡാനിന്റെ താലി. ഇതും കുറെ പേര് ചോദിക്കുന്ന. എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പലരും ചോദിക്കുന്നതാണ് സിന്ദൂര എവിടെ, താലി എവിടെ. ഇതെന്താ? Hey guys, good morning and welcome to D Vlogs. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ലോഗാണ് കേട്ടോ. ഞാൻ എണീറ്റ് പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നതാണ്. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് പോയി നോക്കി. അമ്മ കട്ടൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടാണ്. നൂൽപുട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ആ ചായയിലേക്ക് കുറച്ചും കൂടെ പൊടിയും കുറച്ച് പാലൊക്കെ ഒഴിച്ച് അതൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അശി അപ്പോൾ ഫ്രഷ് ആവാൻ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഞാൻ ചായയൊക്കെ എടുത്ത് വെച്ചു. എന്നിട്ട് നമുക്ക് കഴിക്കാൻ പോവാല്ലേ, എനിക്ക് വിശക്കുന്നുണ്ട്. പിന്നെ നൂൽപുട്ട് എനിക്ക് ഇഷ്ടമാണ്. ബട്ട് എനിക്ക് എന്ത് ഇഷ്ടമുള്ളതാണെങ്കിലും രാവിലെ എനിക്ക് അത്രേ കഴിക്കാൻ പറ്റൂ കേട്ടോ. പെട്ടെന്ന് മതിയാവും. അതുകൊണ്ട് ഞാൻ 3 നൂൽപുട്ട് എടുത്തു. പിന്നെ ചായ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുകയല്ല, അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കി വെച്ചാൽ കട്ടനാമ ഉണ്ടാക്കി വെച്ചു, ബാക്കി ഞാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ നൂൽപുട്ടൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ച് കഴിയുമ്പോഴേക്കും അശി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനും അശി ഒരുമിച്ചിരുന്നാലും ഞാൻ അശീനേക്കാളും മുന്നേ ഇരുന്നാലും ഫസ്റ്റ് കഴിച്ച് കഴിയുന്നത് അശി തന്നെയായിരിക്കും കേട്ടോ. ഞാൻ അത്രയും സ്ലോ ആണ്. അതുകൊണ്ട് ഞാൻ എത്ര ശ്രമിച്ചാലും അശീൻ്റെ അടുത്ത് എത്താൻ പറ്റൂല കേട്ടോ. കാരണം അശി അത്രയും ഫാസ്റ്റാണ്, ഞാൻ അത്രയും സ്ലോ ആണ്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ച് പ്ലേറ്റൊക്കെ കഴുകി വെക്കാൻ പോയപ്പോൾ ദേ അവിടെ ചിക്കൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അശീൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു, എന്താ ചെയ്യുക, കറി വെക്കണോ അല്ലെങ്കിൽ വറക്കണോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ബട്ട് ഞാനല്ല കേട്ടോ ഉണ്ടാക്കിയത്. അത് ഞാൻ പിന്നെ പറയാം കേട്ടോ. അത് ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് എത്തുമ്പോൾ പറയാം. അങ്ങനെ പ്ലേറ്റൊക്കെ കഴുകി വെച്ച് റൂമിലേക്ക് പോയി ചുമ്മാ ഒരു വീഡിയോ എടുക്കുമ്പോഴാണ് ബാക്കിൽ ഇതേ ടേബിൾ ആകെ വൃത്തിയേടായി കിടക്കുകയാണ്. ഞാൻ എത്രയൊക്കെ എടുത്ത് വെച്ചാലും പിന്നെയും അങ്ങനെ തന്നെ ആവും. എടുത്ത് വയ്ക്കുക, പിന്നെയും വൃത്തിയേടാവുക. അത് നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പോഴാണ് ഞാൻ കിച്ചണിൽ എന്തൊക്കെയോ വെട്ടും കുത്തും എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കാം. ചിക്കൻ കാട്ടിയാൻ തുടങ്ങി. എന്തെങ്കിലും പേര്? വാസണ്ണന്റെ പേരെന്താ? അതല്ല, ആഹാ, ചിക്കൻ കട്ട് ചെയ്യാനുള്ള എക്സ്പെർട്ട് ആശി. നശീന്റെ വകയാണോ ചിക്കൻ? അങ്ങനെ കുറച്ച് സമയം അവിടെ നിന്ന് അശ്വിനെ ശല്യം ചെയ്തു. അതിനിടയ്ക്ക് ഇതേ അമ്മ പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അശ്വി ചിക്കൻ കട്ട് ചെയ്യുന്ന സമയം ഞാൻ പോയി കുളിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ഞാൻ റൂമിൽ പോയി മുടിയുടെ കുടുക്കൊക്കെ ഒന്ന് പോക്കുകയാണ്. ഞാൻ ഡെയിലി കുളിക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഇടും കേട്ടോ, കുറച്ചേ ആക്കുള്ളൂ. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഇവിടെ വന്നിട്ട് ഖത്തറിൽ വന്നിട്ട് ഇവിടുത്തെ വെള്ളത്തിൽ കുളിക്കുമ്പം മുടിയുടെ അവസ്ഥ എന്താണ്, മുടി കൊഴിയുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഉറപ്പായിട്ടും കൊഴിയുന്നുള്ള കാര്യം ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമ്മൾ വെള്ളം മാറി കുളിച്ചാൽ എവിടെയാണെങ്കിലും മുടി കൊഴിയും. അന്ന ടൈമിലൊക്കെ എനിക്ക് നല്ലോണം പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ ആദ്യം വന്ന ടൈമിലൊക്കെ ഡെയിലി ഹെയർ വാഷ് ചെയ്താൽ നല്ലോണം പോകുമെന്ന് വിചാരിച്ചിട്ട് ഡെയിലി ഹെയർ വാഷ് ചെയ്യാറില്ലായിരുന്നു. ബട്ട് അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കൊഴിയാൻ തുടങ്ങിയത് കേട്ടോ. എന്നിട്ട് ഞാൻ ഡെയിലി വാഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. ഗൈസ്, അപ്പോൾ നമുക്കിനി സ്കിൻ കെയർ തുടങ്ങിയാലോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാനിപ്പോൾ കുറേ ആയിട്ട്, എനിക്ക് തോന്നുന്നു മാരേജിന് മുമ്പ്, മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു 4 മാസത്തിന് പുറത്തായിട്ടുണ്ടാവണം ഞാൻ ഈ ഒരു ക്യൂർ സ്കിന്നിൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കേട്ടോ. എനിക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന എല്ലാവർക്കും ഈ ഒരു
ക്യൂർ സ്കിൻ എന്ന് പറഞ്ഞാൽ ഇപ്പം സുപരിചിതമായിരിക്കും, അറിയാത്തവരും ഉണ്ടാവും. ഇതെന്ന് പറയുന്നത് ഒരു ആപ്പാണ്. ഇതിൽ നമുക്ക് നമ്മുടെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതും ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിനൊക്കെ നമുക്കൊരു അടിപൊളി സൊല്യൂഷൻ കിട്ടുന്നതാണ്. അതിൽ എന്താണ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും ഡെർമറ്റോളജിസ്റ്റും എല്ലാം ഉണ്ട്. നമുക്ക് ധൈര്യമായിട്ട് അപ്രോച്ച് ചെയ്യാം. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കല്യാണത്തിന് കുറച്ച് മുന്നായിട്ടാണ് ഈ ഒരു ക്യൂർ സ്കിന്നുമായിട്ട് കണക്റ്റ് ആവുന്നത്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കല്യാണം മുന്നിൽ കണ്ട് ഞാനൊന്ന് ഗ്ലോ ആവാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുമാത്രമല്ല, ആ ഒരു സമയത്ത് എൻ്റെ ഫേസിലൊക്കെ ഭയങ്കര ഇങ്ങനെ ഒരു ഡാർക്ക് സ്പോട്ട്സ് ഇങ്ങനെ വരുന്ന പോലെ തോന്നി. പിന്നെ ചെറിയ പിഗ്മെൻറ്റേഷനും അതൊക്കെ ഒന്ന് കുറയ്ക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആപ്പിൽ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ ഇതിലേക്ക് എത്തിച്ചേരുന്നത്. ഇതിനെപ്പറ്റി അറിയാത്തവർക്കാണ് ഞാനിത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് ഒന്നുമില്ല, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാൻ വരും. നമ്മളെ പേര്, ഏജ്, പിന്നെ ജെൻഡർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ പ്രോബ്ലം എന്താണെന്നുള്ളതാണ്. അതായത് സ്കിൻ ഇഷ്യൂ ആണോ, ഹെയർ ഇഷ്യൂ ആണോ, എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് അവരൊരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് അവർക്ക് നമ്മുടെ എന്താണെന്നുള്ളത് നമ്മൾ ഓൺലൈനായിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. ഡയറക്റ്റ് ആകുമ്പോൾ അവർക്ക് കണ്ടിട്ടൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പോൾ അവർ നമ്മുടെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ചോദിച്ച് നമ്മളതിനൊക്കെ ആൻസർ ചെയ്യും. പിന്നെ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് പറയാനുണ്ടെങ്കിൽ അത് പറയാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിന് എന്താണ് നമ്മുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ അതിന് ആപ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ അവർ നമുക്കൊരു കിറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യും. ആ കിറ്റിൽ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള കിറ്റാണിത് ഈ കാണുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. 4 സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒരു ജെൻറ്റിൽ ഫേസ് ക്ലെൻസറാണ്, ഒരു സൺസ്ക്രീൻ, പിന്നെ ഒരു ബാരിയർ റീസ്ട്രക്ചർ ക്രീമും പിന്നെ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീമും ആണുള്ളത്. അങ്ങനെ 4 സാധനങ്ങളാണ് കേട്ടോ എനിക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 4ഉം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞല്ലോ മാസങ്ങളായി. അതിൻ്റെ റിസൾട്ട് എനിക്ക് നന്നായിട്ട് കിട്ടുന്നുമുണ്ട് കേട്ടോ. മെയിനായിട്ട് എൻ്റെ മൂക്കിലൊക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ കുത്തുകുത്ത് വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടെയായിട്ടൊക്കെ ആയിരുന്നു, നെറ്റിയിലും. അതൊക്കെ ഇപ്പോൾ നല്ലോണം ഫെയ്ഡായി വന്നിട്ടുണ്ട്. അപ്പോൾ സംഭവം ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ജെൻറ്റിൽ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റ് ഈ ഒരു ക്ലെൻസർ വെച്ചിട്ടാണ് കേട്ടോ ഫേസ് വാഷ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു മിനറൽ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. SPF 30 PA+++ ആണ്. ഇത് മോർണിംഗ് സ്കിൻ കെയറിൽ ഈ 2 സ്റ്റെപ്പാണ് കേട്ടോ വരുന്നത്. എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയാസിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചേ എടുക്കേണ്ടതുള്ളൂ കേട്ടോ. അതിനുശേഷം വരുന്നത് നൈറ്റ് സ്കിൻ കെയറിലുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു ബാരിയർ റീസ്ട്രക്ചർ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതും ജസ്റ്റ് ഒരു പീസ് സൈസിലേ എടുക്കേണ്ടതുള്ളൂ. എന്നിട്ട് ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഒരു ഗ്ലൈക്കോ ക്ലിയർ ക്രീം. ഇതാണെങ്കിൽ ജസ്റ്റ് ഒരു അരിമണിയുടെ അത്രേ എടുക്കാൻ പറയുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഡാർക്ക് സ്പോട്ട്സും സ്കെയർസും ഓപ്പൺ പോഴ്സും ഒക്കെ ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതാണെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് കേട്ടോ യൂസ് ചെയ്യാൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ സ്കിൻ കെയർ വരുന്നത്. ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മിക്ക ഡേ ഇൻ മൈ ലൈഫിലും സ്കിൻ കെയർ കാണിക്കുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അതിൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. നമുക്ക് 100% വിശ്വസിക്കാവുന്നതാണ്. സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സാണ് ഇതിൽ ഉള്ളതൊക്കെയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട, അതായത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ പുറത്ത് പോയി ഒരു സ്കിന്നിൻ്റെ ഡോക്ടറൊക്കെ കാണിക്കുകയാണെങ്കിൽ അറിയാലോ, സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ ആണെങ്കിൽ നല്ല പൈസ ചിലവ് വരും. അതായത് നമ്മൾ മരുന്ന് വാങ്ങിക്കുന്നതിൽ നല്ല റേറ്റ് വരുന്ന മരുന്നുകളായിരിക്കും. അനുഭവം കൊണ്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വരും. പിന്നെ അതിൻ്റെ പുറത്ത് കൺസൾട്ടേഷൻ ഫീയും കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് കൺസൾട്ടേഷൻ ഫീൻ്റെ ആവശ്യമില്ല, ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് ഡോക്ടറുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് പറയാം. ഇതിനാകെ നമ്മൾ പേ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു കിറ്റിനുള്ള പൈസ മാത്രമാണ്. അപ്പം ഞാൻ കൊടുത്തിട്ട് എനിക്ക് ഈ ഒരു കിറ്റ് കിട്ടിയിട്ടുള്ളത് 1499 ആണ് കേട്ടോ. 1499 രൂപ അത്രേ വരുന്നുള്ളൂ. നമുക്ക് നല്ലൊരു ഡയറ്റും പറഞ്ഞു തരും കേട്ടോ. ഇപ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആണെങ്കിലും ഹെയറിൻ്റെ ഒക്കെ ആണെങ്കിലും നമ്മൾ വെറും മരുന്നിലോ അല്ലെങ്കിൽ ഇതിൽ മാത്രം പുറമേ ഈ ചെയ്യുന്ന ക്രീമും കാര്യങ്ങളും അതിൽ മാത്രമല്ല, നമുക്ക് ഉള്ളിൽ നമ്മൾ കഴിക്കുന്നതിലും കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും നമുക്ക്
പറഞ്ഞു തരും, നല്ലൊരു ഡയറ്റും നമുക്ക് പറഞ്ഞു തരും. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഹെയർ ഇഷ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു ക്യൂർ സ്കിൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ, മറക്കണ്ട. ക്യൂർ സ്കിൻ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് D100 എന്നുള്ള കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ആരും മറക്കണ്ട, സംഭവം സെറ്റാണ്. അപ്പം നമുക്ക് നമ്മുടെ ബാക്കി കാര്യത്തിലോട്ട് കിടക്കാം. ഇത് മാത്രം പറഞ്ഞു നിന്ന സമയം പോയത് അറിഞ്ഞില്ല. അപ്പോൾ നമുക്ക് കമോൺ ഗൈസ്, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഒന്ന് സുന്ദരിയാവാന്ന് വിചാരിച്ചു. കമോൺ ഗൈസ്. കുറച്ച് സിന്ദൂരം തൊടാൻ ഗൈസ്. എനിക്ക് ആക്ച്വലി സിന്ദൂരം തൊടാൻ ഇഷ്ടമാണ്, എപ്പോഴൊന്നുമില്ല, ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നുമ്പോൾ ഞാൻ സിന്ദൂരമൊക്കെ തൊടട്ടോ. പലരും ചോദിക്കുന്നതാണ് സിന്ദൂരം എവിടെ, താലി എവിടെ എന്നൊക്കെ. എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. കൊള്ളാമോ? സത്യം പറഞ്ഞാൽ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇതെടുക്കാൻ മറന്നു പോയിട്ടോ, സിന്ദൂരം എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. ഫസ്റ്റ് ഞാൻ അശ്വിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഇത് വാങ്ങിക്കൊണ്ടുത്തരാൻ. അപ്പം അശ്വി വാങ്ങിക്കൊണ്ട് തന്നത് ഒരു കളറില്ലാത്ത ടൈപ്പ്, ഒരു ഡാർക്ക് റെഡ് കളർ. അപ്പം അതെനിക്കിഷ്ടമായില്ല എന്ന് പറഞ്ഞിട്ട് ഞാനും കൂടെ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. പിന്നെ എൻ്റെ ഇവിടെയുണ്ട് ഒരു പൊട്ടും കൂടെ ആവാം. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനത്തെ പ്രാന്തൊക്കെ ഉണ്ടാവും കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ സുന്ദരിയായിട്ട് കണ്ണൊക്കെ എഴുതി പൊട്ടൊക്കെ തൊട്ട് നിൽക്കും. ഓക്കെ ഗൈസ്, റെഡി. സിന്ദൂരമൊക്കെ തൊട്ടതല്ലേ, ഇനി നമുക്ക് താലിയും കൂടെ ഇടാം. എന്താ അയ്യോ അയ്യോ ഇവിടെ ഇതാണ് എൻ്റെ താലി. ഇതും കുറേ പേര് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ, ഇത് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നൊക്കെ. ഇത് ഇവിടുന്ന് ഖത്തറിന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ മോഡൽ നെയിം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഗൈസ്, പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതും കഴിഞ്ഞു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കിച്ചണിലേക്ക് പോയി നോക്കിയപ്പോൾ അതേ ചിക്കൻ കറി ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, അത് ഞാൻ പിന്നെ പറയാമെന്നുള്ളത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ഉപ്പേരിക്കുള്ള ഇത്, അയ്യോ എന്തായിരുന്നു ഇതിൻ്റെ പേര്, അയ്യോ എന്നോട് മറന്നുപോയി. ആ ഒരു സംഭവം അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഉപ്പേരി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ മുറിച്ചിടുകയാണ് കേട്ടോ. എനിക്ക് ഈ കട്ടിംഗ് ബോർഡിലല്ലാതെ കയ്യിൽ മുറിക്കാൻ പേടിയാണ്, കൈ മുറിയുന്നതിന് പേടിയാണ്. അല്ലെ ഫിംഗർ ടോപ്പ് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ച് മുറിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഫിംഗർ ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് എല്ലാ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാറ്. പിന്നെ ചിലരിങ്ങനെ കയ്യിൽ വെച്ച് സ്പീഡിൽ ഇങ്ങനെ മുറിക്കുന്നതൊക്കെ കാണുമ്പോൾ അതിശയം തോന്നും കേട്ടോ, ഇങ്ങനെ സ്പീഡിലാവുന്നതെന്നുള്ളത്. അങ്ങനെ ഉപ്പേരിക്കുള്ളതൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കാനും എനിക്ക് പേടിയാണ് കേട്ടോ. കടുക് ഇട്ടിട്ട് ഞാൻ ദൂരോട്ട് മാറി നിൽക്കുക, അത് ഇങ്ങനെ തെറിക്കുന്നതിന് പേടിയാണ്. അങ്ങനെ കടുകൊക്കെ ഇട്ടു. എന്നിട്ട് ഇത് നമ്മളെ ഉപ്പേരി അതിലോട്ടിടാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സാധനം ഈ ഒരു ഇതിൻ്റെ ഉപ്പേരി ഞാൻ കഴിക്കാറില്ലായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കഴിക്കാറില്ലായിരുന്നു, എനിക്കിത് ഇഷ്ടമല്ല കേട്ടോ. ബട്ട് ഇവിടെ വന്നിട്ട് ഞാനിത് കഴിച്ചു തുടങ്ങി. കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമായി കേട്ടോ. അതെനിക്ക് നമ്മളത് ഇഷ്ടമല്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മ എപ്പോഴും പറയും അങ്ങനെ വിചാരിച്ചിട്ടാണ്, കഴിച്ച് നോക്കിയിട്ടേ പറയാവൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച് തുടങ്ങിയപ്പോൾ പിന്നെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉപ്പേരിയൊക്കെ ആക്കി. പിന്നെ ഞാൻ കുറച്ച് വെള്ളം കുടിച്ചു. അപ്പോഴേക്കും ഇതേ ചോറൊക്കെ
ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് അശ്വിൻ ചേച്ചി അവിടെ വെച്ചതാണ് കേട്ടോ. അവർ പുറത്ത് പോയി വന്നപ്പോൾ ചിക്കനും പിന്നെ എന്തൊക്കെയോ റൈസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ വറുത്തതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് റൈസ് എനിക്ക് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ ഇതേ കഴിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റൈസ് എടുത്ത് കഴിച്ച് നോക്കി, അതും അടിപൊളിയായിരുന്നു കേട്ടോ. ചോറൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി. ഇനി കുറച്ച് സമയം കിടക്കാമെന്ന് പറഞ്ഞാൽ ഉറങ്ങൊന്നുമില്ല, ജസ്റ്റ് റൂമിലിങ്ങനെ ഫോണൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. പിന്നെ എന്തെങ്കിലും എഡിറ്റിംഗ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ എൻ്റെ മുടിയിൽ കെട്ടിവെച്ചതൊക്കെ അഴിച്ച്, അപ്പോൾ അവിടുന്ന് വെളിച്ചം അടിക്കുന്നുണ്ടായിരുന്നേ. അപ്പം വെളിച്ചം അടിക്കുമ്പോഴാണ്, സൺലൈറ്റ് വരുമ്പോഴാണ് എൻ്റെ മുടിയിൽ കളർ ചെയ്തൊക്കെ നന്നായിട്ട് വിസിബിൾ ആവുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിൽ അത് വിസിബിൾ ആവുന്നില്ല, ബട്ട് എനിക്കത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാനതിങ്ങനെ നോക്കുമായിരുന്നു. അശി ഇതേ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ മുടിയുടെ ചിക്ക് പോക്കിത്തരാൻ പറഞ്ഞു കേട്ടോ. അത് അവസാനം എനിക്ക് പണിയായതുപോലെയായി, പിടിച്ച് വലിച്ചിട്ട് എനിക്കാണ് വേദനയാവുക. അവസാനം ഞാൻ പറഞ്ഞു, വെച്ചേക്ക് ഞാൻ തന്നെ ചെയ്തോളാന്ന് പറഞ്ഞു. നല്ല ഉറങ്ങിയില്ലേ? എന്താ അമ്മയ്ക്കണ്ടേ ഞാൻ ഉണ്ടാക്കി ഊർക്കം വലിച്ചിട്ടെല്ലാം കൂടി ഉറങ്ങാനും പറ്റുന്നില്ല. അതെ, അത് നേരെ തിരിച്ച് ഞാനാ പറയേണ്ടത്. അതുമല്ല, അശ്വിൻ്റെ ഈ തുമ്പിക്കൈ എടുത്തിട്ട് ഇങ്ങനെ ഇടും. എന്നിട്ട് എനിക്ക് ഇവിടെ ഒന്ന് തല വെക്കാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഇങ്ങനെ തല വെക്കുമ്പോൾ ഞാൻ കംഫർട്ടബിൾ അല്ല. അങ്ങനെ കുറച്ച് സമയം കിടന്നെണീറ്റപ്പോഴേക്കും വൈകുന്നേരമായി കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇനിയിപ്പോൾ ചായ കുടിക്കണമല്ലോ, ചായ ഉണ്ടാക്കണം. അപ്പോൾ എന്താണ് ചായക്ക് കൂട്ടാൻ ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പം കോണിരിപ്പുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പം ഞാൻ ഉള്ളിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ റയാൻ ചേച്ചിയുടെ മോനെ എനിക്ക് ഒരു കണ്ണടയൊക്കെ എടുത്ത് കൊണ്ട് തന്നു കേട്ടോ. ഉള്ളി മുറിച്ചിടുമ്പോൾ കണ്ണെരിയുമല്ലോ, അതിന് വേണ്ടിയിട്ട് കണ്ണടയൊക്കെ എടുത്ത് തന്നു. ഞാൻ കോണ് ആവിയിലാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ കോണ് അവിടെ വെച്ചു, എന്നിട്ട് കോണ് വേവിക്കാൻ വെച്ചു. എന്നിട്ട് ബാക്കി നമ്മുടെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാണ്. ഉള്ളിയും പിന്നെ തക്കാളിയും ആണ് എടുത്തിട്ടുള്ളത്, പിന്നെ പച്ചമുളകും. അതിനിടയ്ക്ക് അമ്മ ചായ ഉണ്ടാക്കി, ചായ കുടിക്കാൻ വിളിച്ചു. അപ്പോൾ ചായക്ക് ബ്രെഡ് കൂട്ടി, ബ്രെഡും പിന്നെ ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചായ കുടിച്ചു. പെട്ടെന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ ഇതേ കോണിൻ്റെ പരിപാടിയിലേക്ക് പോയിട്ടോ. പിന്നെ തക്കാളി മുറിച്ചിട്ടു. തക്കാളിയുടെ തോലിങ്ങനെ നൈസാക്കി കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് കേട്ടോ, ചെറുതായി കുനുകുന മുറിച്ചിട്ടു. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ്, ഞാൻ പണിയൊന്നും എടുക്കാറില്ലേ, കിച്ചണിൽ പണിയൊന്നും ഇല്ലേന്ന്. ഞാൻ എല്ലാ വീഡിയോയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണിക്കാറുണ്ട്, ബട്ട് അതൊന്നും ആരും കാണുന്നില്ലേ ഗൈസ്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങളെല്ലാവരും കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ എടുക്കുമ്പോൾ ഒരാൾക്ക് മാത്രം ഒരുപാട് പണിയായിട്ടൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ട് എല്ലാം ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഞാനങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് കോൺ അപ്പോഴേക്കും വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തിട്ട് വന്നു, നല്ല ചൂടായിരുന്നു കേട്ടോ. ഇവരൊക്കെ അതിലേക്ക് തട്ടിമുട്ടി ഇട്ടു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇന്ന് മല്ലിയില ഇല്ലായിരുന്നു കേട്ടോ. മല്ലിയില ഇല്ലെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവില്ല. മല്ലിയിലയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എരിവൊന്നും അങ്ങോട്ട് വരാത്തതുപോലെ, പച്ചമുളകിന് തീരെ എരിവില്ലായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ കോണ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല. എന്നാലും ആ മല്ലിയിലയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അത് കംപ്ലീറ്റ് ആവുമായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ചായ പിടിച്ച കപ്പും അങ്ങനെ കുറച്ച് ആ ഒരു പാത്രമൊക്കെ ഉണ്ടായിരുന്നു ചായ ഉണ്ടാക്കി, അതൊക്കെ കഴുകി വെച്ചു. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ. അശ്വ താഴേക്ക് പോയിട്ടുണ്ട്, വണ്ടീൻ്റെ അടുത്തേക്ക്. ഞാൻ താഴേക്ക് പോവാണ്. ഒരു ചെറിയൊരു പർച്ചേസ്. കാറിൻ്റെ
അടുത്ത് എത്തിയപ്പോൾ ഒരു കുഞ്ഞു പൂച്ചക്കുട്ടി ഞങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ റോഡിൽ കിടന്നപ്പോൾ അതിനെ വണ്ടി വന്ന് തട്ടുമെന്നും പറഞ്ഞിട്ട് അശി അതിനടുത്ത് ഉള്ളോട്ട് വെക്കാൻ പോയതാണേ. അശി വണ്ടി എടുത്തോ, ഞാൻ നോക്കാം. ഹലോ, ഇങ്ങോട്ട് അന്നീൻ്റെ ഉള്ളിൽ കൊടുക്കും. ഇതെന്താ തട്ടിക്കളിച്ചോ. ആ കുപ്പി അതിന് കളിക്കാൻ ഇട്ട് കൊടുത്തതാണ് കേട്ടോ. അതാണെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. അതിങ്ങനെ എൻ്റെ കാലിൻ്റെ പിന്നാലെ നടക്കുകയാണ്. അശിക്കാണെങ്കിൽ അത് കാറിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നതിന് പേടിച്ചിട്ട്. അപ്പം ഞാൻ പറഞ്ഞതായിരുന്നു ഞാൻ നോക്കിക്കോളാം, വണ്ടി എടുത്തോന്ന്. അതെൻ്റെ പാൻറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി നിൽക്കുക. കാലിൽ തൂങ്ങി നടക്കുന്നോണം കാല് ചുറ്റിക്കളയാണ്, വിട്ടു പോകുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇങ്ങനെയൊക്കെയോ അതിനെ അവിടെ എടുത്ത് വെച്ച് ഞങ്ങളിതേ പോവാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ RNB, അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ട്. ചുമ്മാ അവിടെ വരെ ഒന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഇഷ്ടപ്പെട്ടാൽ എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയതാണ് കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളകത്തോട്ട് കയറാൻ പോവാണ്. അവിടുന്ന് കുറേ ഡ്രസ്സൊക്കെ നോക്കി, കുറച്ച് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ആ വീഡിയോ ഒക്കെ എടുക്കാൻ വിട്ടുപോയി. ബട്ട് ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അശി കാണിച്ചു കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി അവസാനം ഞാൻ ഒരു പാൻറ്റും ഒരു ടോപ്പും എടുത്തു. പിന്നെ അശി എന്തൊക്കെയോ എടുത്തു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ബട്ട് ഞങ്ങൾ വിചാരിച്ച അത്ര അങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ. കുഴപ്പമില്ല, പോയ സ്ഥിതിക്ക് അതെടുത്തിട്ട് വന്നു. അങ്ങനെ വരുന്ന വഴിക്ക് അശിക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് അവിടെ ഷവർമ്മ വാങ്ങാൻ നിർത്തിയതായിരുന്നു. അങ്ങനെ ഷവർമ്മയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വീട്ടിലല്ല, താഴെ പാർക്കിങ്ങിലാണ്. അവിടെ ഞങ്ങൾ എത്തിയപ്പോൾ പൂച്ചക്കുട്ടി അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അശി അതിനെയാണ് ഇങ്ങനെ നോക്കുന്നത്. ഞങ്ങൾ എന്നിട്ട് വീട്ടിലേക്ക് അകത്തേക്ക് കയറുമ്പോഴും പിന്നാലെ തന്നെ വരുമായിരുന്നു. അതും പിന്നെ വേറെ ഒരെണ്ണത്തിനെയും കൂടെ കണ്ടു. രണ്ടുപേരും കൂടെ ഞങ്ങളുടെ പിന്നാലെ തന്നെ വരുമായിരുന്നു കേട്ടോ. പോട്ടെ പോട്ടെ റൈറ്റ് വരുന്നില്ല. നല്ല കോളായിരിക്കും. അങ്ങനെ ഇതാ ഞങ്ങൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. സമയം ഒരു 9-9:30 ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഫുഡ് കഴിക്കാൻ പോയി. എല്ലാവരും അപ്പോഴേക്കും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ ഫുഡൊക്കെ എടുത്ത് ടേബിളിൽ ഇങ്ങനെ വയ്ക്കുമായിരുന്നു. ഞാൻ ചോറാണ് കഴിക്കുന്നത്. അശിക്ക് പറാത്ത ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് പറാത്ത വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം കഴിച്ച് ഇപ്പോൾ ഇഷ്ടമല്ലാതായി. അതുകൊണ്ട് എനിക്ക് ചോറ് തന്നെയാണ് ഇഷ്ടം. അപ്പോൾ രാത്രി എപ്പോഴും എനിക്ക് കുറച്ച് ചോറ് അമ്മ ഇവിടെ മാറ്റി വയ്ക്കും. അതായത് ചോറും ചിക്കനും പിന്നെ കോണുണ്ടായിരുന്നു, നേരത്തെ ഉണ്ടാക്കിയ കോണും. പിന്നെ അമ്മേൻ്റെ സ്പെഷ്യൽ മുളക് വെളിച്ചെണ്ണയിൽ ഇങ്ങനെ
എന്താ ചെയ്തത് എനിക്കറിയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും കൂട്ടി ചോറ് കഴിക്കാൻ, അങ്ങനെ അതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. പിന്നെ ലാസ്റ്റ് കിടന്നപ്പോൾ എനിക്ക് ഐസ്ക്രീം ആഗ്രഹമല്ല, അങ്ങനെ ഞാൻ എണീറ്റ് പോയി ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. എല്ലാവരും കിടന്നിട്ടുണ്ടായിരുന്നു. ഈ രാത്രി എല്ലാം അവസാനം ചോറ് കഴിച്ച് കഴിഞ്ഞാലും കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും വിശക്കും. അപ്പം ഞാൻ പിന്നെയും പോയി എന്തെങ്കിലും എടുത്ത് കഴിക്കും. ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വിശന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം എനിക്ക് രാത്രി എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മധുരം കഴിക്കാനോ അങ്ങനെയൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഞാനിങ്ങനെ പറയുമായിരുന്നു, ആ സമയത്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. അതായത് എല്ലാവരും എനിക്കിപ്പോൾ വരുന്നൊരു കമൻറ്റാണ്, ഞാൻ കൊഞ്ചിയിട്ടാണ് സംസാരിക്കുന്നത്, എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ. ആക്ച്വലി ഗൈസ് ഇങ്ങനെയാണ് ഞാൻ സംസാരിക്കാറ്. എൻ്റെ സൗണ്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ എനിക്കതിനി മാറ്റാൻ പറ്റില്ല ഗൈസ്. ഇങ്ങനെയാണ് എൻ്റെ സൗണ്ട്. ഞാനിങ്ങനെയാണ്, ഞാൻ എന്ത് ചെയ്യാന്. 2015-14 കണ്ടപ്പം തൊട്ട് ഇതൊരു മാറ്റമില്ല. അതാ പറയുന്നത്, ഇത്രയും വർഷമായിട്ട് നമ്മൾ വളർന്നിട്ടില്ല. അതാ പറയുന്നത് ഇത് ഞാൻ ആക്ട് ചെയ്യുന്നതല്ല, ഞാൻ ഇങ്ങനെയാണ്. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ എനിക്ക് ജാട കൂടി, കൊഞ്ചൽ കൂടി. എനിക്കറിയില്ല, ഞാൻ ഒന്നും കൂടുതലായിട്ടോ കുറവായിട്ടോ, ഞാൻ എങ്ങനെയാണോ സാധാരണ വീഡിയോസ് ചെയ്യാറ് അതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. എന്താ അതിൽ മാറ്റം വന്നിട്ടില്ലെന്ന് എനിക്കറിയില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുമ്പോൾ പോലെയല്ല, എനിക്ക് വേറൊരാളുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ആളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ അതിന് ആരോ ആയിക്കോട്ടെ എനിക്ക് ചെറിയ കുറവും കാര്യങ്ങളും, അതായത് നാണം ഉണ്ടാവും. ആ സമയത്ത് എനിക്ക് സംസാരിക്കുമ്പോൾ ആ ഒരു നാണം കൊണ്ട് ഞാൻ സംസാരിക്കുന്നത് കൊണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കാറ്. പിന്നെ എൻ്റെ സൗണ്ട് ഞാൻ അങ്ങനെ കുറച്ച് പറയുകയോ ഒന്നുമല്ല, എൻ്റെ സൗണ്ട് ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ആണെങ്കിലും ആരോട് ചോദിച്ചാലും അറിയാം, ഞാൻ എല്ലാവരോടും ഒരുപോലെയാണ് സംസാരിക്കുന്നത്. ഞാൻ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു കുട്ടിയൊന്നുമല്ല. ഞാനൊരു സാധാരണ കുറച്ച് നാണം കുണുങ്ങിയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ ആവാം വേറൊരാളുടെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള നാണവും അപ്പം വരുന്ന വേരിയേഷൻസ് ആയിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അല്ലാതെ ഞാനൊന്നും കൂട്ടിപ്പറയോ കുറച്ച് പറയോ ഒന്നുമല്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.